ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണ്. ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനവുമാണ്. ഈ ഓഗസ്റ്റ് 6-നും 9-നും ഇടയ്ക്കുള്ള ദിവസമാണ് ശ്രീ രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം കുറച്ചധികം കാലമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം തെരഞ്ഞെടുപ്പും അഴിമതി കൊണ്ട് പങ്കിലമാണെന്നും ശരിയായ രീതിയിലുള്ള ജനവിധി ഇവിടെ പ്രതിഫലിക്കപ്പെടുന്നില്ല എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കയ്യിൽ ഒരു പാവയായിരിക്കണം. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ രാജ്യത്ത് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് യന്ത്രം അഥവാ EVM അറബിക്കടലിൽ എറിയണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. പുള്ളി പല സന്ദർഭങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടായിട്ടുമില്ല. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള നേതാക്കന്മാരാരും തന്നെ അത് ഏറ്റുപിടിച്ചിട്ടില്ല. ഘടകകക്ഷികളാണെങ്കിൽ ഇദ്ദേഹത്തെ സ്ഥാനത്തും അസ്ഥാനത്തും പുച്ഛിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. BJPക്കാരുടെ കാര്യം പറയാൻ വേണ്ട. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ആകട്ടെ, അത് മറ്റ് സഖ്യകക്ഷികളാകട്ടെ, ആരും തന്നെ ഇദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഫലപ്രദമായി ഒരു സമയത്തും പിന്തുണച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ആറ്റം ബോംബ് ഭീഷണി മുഴക്കിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും വിട്ട് ബാക്കി വന്ന ഒരു ആറ്റം ബോംബ് പുള്ളിക്ക് എവിടെ നിന്നോ കിട്ടി. അത് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൻ്റെ മുകളിൽ പതിക്കുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. പുള്ളി കുറേ അധികം കടലാസുകളുമായി വന്ന് പത്രസമ്മേളനം നടത്തി, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചു എന്നല്ല, അതിൽ വലിയൊരു പരിധിവരെ പുള്ളി വിജയിക്കും. ഞാൻ ഉള്ള കാര്യം ഇല്ലെന്ന് പറയുന്ന ആളല്ല, ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും പറയുന്ന ആളല്ല. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന കടലാസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാവുന്ന കാര്യം എന്താ വെച്ചാൽ, ബാംഗ്ലൂർ സെൻട്രൽ നിയോജകമണ്ഡലത്തിൽപ്പെട്ട 6 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. പക്ഷേ വമ്പിച്ച ലീഡ് കിട്ടിയില്ല, സാമാന്യമായ ലീഡ് കൈവരിച്ചു. പക്ഷേ മഹാദേവപുര എന്ന ഒരൊറ്റ അസംബ്ലി സെഗ്മെൻറ്റിൽ കിട്ടിയ ഭൂരിപക്ഷം കൊണ്ട് BJP സ്ഥാനാർത്ഥി അതെല്ലാം മറികടന്നു എന്ന് മാത്രമല്ല, അവിടെ വിജയിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മഹാദേവപുരയിലെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. അദ്ദേഹം നേരിട്ട് പരിശോധിക്കല്ലേ, ഇത് ആളെ വെച്ച് അത് പരിശോധിപ്പിച്ചു. അപ്പോഴാണ് ഈ വോട്ടർ പട്ടികയിൽ വളരെയധികം ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി അവസാന സമയത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായത്. രണ്ടാമത്, ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളിൽ പലരുടെയും മേൽവിലാസം പൂർണ്ണമല്ല. ചിലരൊക്കെ അച്ഛൻ്റെ പേര് തെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ചിലരുടെ അച്ഛൻ്റെ പേര് കാണിച്ചിട്ടേ ഇല്ല. അവർ അച്ഛനില്ലാത്തവരാണോ അച്ഛനാരെന്ന് അറിയാത്തവരാണോ എന്ന് നമുക്കറിയില്ല. അതും കൂടാതെ ഈ വാടക കെട്ടിടത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഒരേ കെട്ടിടത്തിൽ ഒട്ടനവധി ആളുകളുടെ പേര് അവിടെ താമസിക്കുന്നതായിട്ട് രേഖ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കുറച്ചധികം ആളുകളെ മഹാദേവപുരയിൽ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർത്തു. അവർ യഥാർത്ഥത്തിൽ അവിടുത്തെ താമസക്കാരുമല്ല, അവിടെ വോട്ടർമാരാകാൻ മറ്റു വിധത്തിൽ അർഹതയുള്ളവരുമല്ല. അത്രത്തോളം രാഹുൽ ഗാന്ധി വിജയിച്ചു. പക്ഷേ അദ്ദേഹം പരിഗണിക്കാതെ പോയൊരു കാര്യമുണ്ട്. ബാക്കി 6 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ഇതുപോലെ ചേർത്ത് കാണും. അത് ഏത് പാർട്ടി ചേർത്തു, അതിൻ്റെ ഗുണഭോക്താവ് ആരായിരുന്നു എന്ന് നോക്കേണ്ടതായിരുന്നു. അത് നോക്കിയില്ല. ഈ മഹാദേവപുരയിൽ ആരംഭിച്ച് മഹാദേവപുരയിൽ അവസാനിക്കുന്ന ഒന്നല്ലല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ വോട്ടർമാരുടെ പട്ടിക. അത് വലിയൊരു സമുദ്രമാണ്. ഇതിപ്പോൾ സ്ഥാലി പുലാക ന്യായേന അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണെന്ന് നമുക്ക് പറയാം. മഹാദേവപുരയിൽ കുറച്ചധികം ആളുകൾ വോട്ടർമാരായിട്ട് ചേർത്തിട്ടുണ്ട്. അവരിൽ മിക്കവരും അവിടെ താമസക്കാരല്ല, വ്യാജ മേൽവിലാസം കൊടുത്തിട്ടാണ് വോട്ടർ പട്ടികയിൽ കയറിയിട്ടുള്ളത്. മാത്രമല്ല, മഹാദേവപുരയിൽ BJPക്ക് വലിയ മേൽക്കൈ കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ BJP ചേർത്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അത് അനുമാനം മാത്രമാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും അനുമാനിക്കാം. കാരണം ഇതിൻ്റെ ഗുണഭോക്താവ് BJPയാണ്. ആ വോട്ട് കൊണ്ട് BJP മറ്റ് 6 സെഗ്മെൻറ്റ്സിലും ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നു. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ BJPയുടെ ജയിച്ചു പോയ MP ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുകൂടെ മനസ്സിലാക്കുക. പക്ഷേ ഇതിൻ്റെ അർത്ഥം 545 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് തെറ്റാണെന്നോ, എല്ലാ സ്ഥലത്തും ഇതുപോലെ ആളെ ചേർത്തിട്ടുണ്ടെന്നോ, അഥവാ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം BJPക്കാരാണ് ചേർത്തതെന്നോ, അതിൻ്റെ ഗുണം BJPക്കാണ് കിട്ടിയതെന്നോ പറയാൻ പറ്റില്ല. നമ്മളൊന്നുകൂടി ക്ലോസായിട്ട് ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വയനാട് മണ്ഡലത്തിൽ ഇതുപോലെ ആളുകളെ ചേർത്തിട്ടുണ്ടാവും. അത് BJPക്കാരാവണമെന്നില്ല.
ഒരുപക്ഷെ കോൺഗ്രസ്സുകാരായിരിക്കും, മിക്കവാറും മാർക്സിസ്റ്റുകാരായിരിക്കും. അത് മിക്ക മണ്ഡലങ്ങളിലും സാധാരണ ചെയ്യുന്നതാണ്. മുനിസിപ്പാലിറ്റി ഇലക്ഷൻ മുമ്പായിട്ട് ആളെ ചേർക്കും, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആളെ ചേർക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആളെ ചേർക്കും. അത് വേറെ പട്ടികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പട്ടികയിൽ ആളെ ചേർക്കും. പട്ടികയിൽ ആളെ ചേർക്കുക മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, നാട്ടുപുറത്തൊക്കെ താമസമില്ലാത്ത ആളുകളുടെ പേര് CPMകാർ നടന്ന് വെട്ടിക്കും, പേര് വെട്ടാൻ പറയും. അപ്പോൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പേര് വെട്ടും. കാരണം CPMകാർ പറയുന്ന പേര് വെട്ടിയില്ലെങ്കിൽ വിവരറിയും എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സുകാരെ അലസരായിട്ട് നടക്കായിരിക്കും. അവരിതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള അഭ്യാസങ്ങൾക്ക് പോകാറില്ല. അവർക്കതൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടിക വരുമ്പോൾ തന്നെ നോക്കി കണ്ടുപിടിക്കണ്ടേ. ഈ രാഹുൽ ഗാന്ധി ഇത്ര ബന്ധപ്പെട്ട് ചെയ്ത കാര്യം മഹാദേവപുരയിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക്, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാമായിരുന്നു, അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ UDF കൺവീനറായിരിക്കുന്ന പാർലമെൻറ്റ് അംഗം അടൂർ പ്രകാശ് ഇത്തവണയല്ല, കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹം ചെയ്തതെന്താണ്? വോട്ടർ പട്ടിക പരിശോധിച്ചു. 60,000 ആളുകളുടെ പേര് ഡബിൾ വോട്ടിംഗ് ആണെന്ന് കണ്ടെത്തി. അതായത് അടൂർ മണ്ഡലത്തിൽ തന്നെ 2 സ്ഥലത്ത് ഇവർക്ക് വോട്ടവകാശമുണ്ട്. അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഈ 60,000 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. 60,000 CPMകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? അടൂർ പ്രകാശ് ജയിച്ചു. ഇത്തവണ അദ്ദേഹം വിജയം ആവർത്തിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ കണ്ടസ്റ്റ് ചെയ്യണം, തെരഞ്ഞെടുപ്പ് എങ്ങനെ ഈ വ്യാജ വോട്ടർമാരെ കണ്ടെത്തണം, എങ്ങനെ അവരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത്. ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സംഘടനാ സംവിധാനം ശിഥിലമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? CPMകാർക്കും BJPക്കാർക്കും മറ്റാർക്ക് താല്പര്യമുണ്ടോ അവർക്കൊക്കെയും കോൺഗ്രസിൻ്റെ പോസ്റ്റിൽ ഗോളടിക്കാം എന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ കുറ്റം പറയുന്നതിൽ തെറ്റില്ല, BJPയെ കുറ്റം പറയുന്നതിലും യാതൊരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹം ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് സ്വന്തം പാർട്ടിയുടെ ദുർബലമായ ശിഥിലമായ സംവിധാനത്തെയാണ്. BJPക്കാരും മറ്റുമൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല ബുദ്ധിജീവികളും അതേ അഭിപ്രായമുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമം വളരെ ശ്ലാഘനീയമാണ്. പക്ഷേ ചെയ്ത രീതിയും ചെയ്ത സമയവും തെറ്റിപ്പോയി എന്ന് മാത്രം. ഇനി ഈ കൃത്രിമം അല്ലെങ്കിൽ പോരായ്മ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകത്ത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് ഹർജി കൊടുക്കാമായിരുന്നു. അതിനുള്ള സൗകര്യവും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതുപോലെ പത്രപ്രസ്താവന നടത്തി TV ഷോ നടത്തി നിർവൃതി അടയാന്നല്ലാണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP ആണല്ലോ. നിയമം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്തുകൊണ്ട് ഇതൊരു വൃഥാ വ്യായാമമായി പരിണമിച്ചു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.